ഈ ഗ്യാരണ്ടി ഇന്ദിരാഗാന്ധിന്റെ പേരിലാണ് അവർ ഗ്യാരണ്ടി മുമ്പോട്ട് വയ്ക്കുന്നത്. ഇന്ദിരാഗാന്ധി ഒരു മുതിർന്ന നേതാവായിരുന്നു, ഇന്ത്യയുടെ നല്ല ലീഡറായിരുന്നു. പക്ഷെ ഇവർ വ്യാജ ഗ്യാരണ്ടിന്റെ പേര് കൊടുത്തിരിക്കുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി. അതെന്തുകൊണ്ടാണ് വ്യാജ ഗ്യാരണ്ടി? ഒരു 3 ദിവസം മുമ്പേ നമ്മുടെ കിഷൻ റെഡ്ഡിജി, നമ്മുടെ തെലങ്കാനയുടെ മുതിർന്ന BJP ലീഡറാണ്, ഇതേ ഗ്യാരണ്ടി മുമ്പോട്ട് വെച്ചിട്ടാണ് തെലങ്കാനയിൽ കോൺഗ്രസ് ജനങ്ങളുടെ ഒരു മാൻഡേറ്റ് ലഭിച്ചതും അവർക്ക് നേടിയതും. അവിടെ എന്താണ് ഈ ഗ്യാരണ്ടി പ്രഖ്യാപിച്ച് വോട്ട് നേടിയ കോൺഗ്രസ് പാർട്ടിന്റെ പെർഫോമൻസ് എന്താണ്, എന്ത് ചെയ്തു എന്ത് ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇന്നൊന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർഷകർക്ക് 15,000 രൂപ പെർ ഏക്കർ ആയിരുന്നു അവരുടെ വാഗ്ദാനം. 75 ലക്ഷം കർഷകർക്ക് ഇത് അവര് വാഗ്ദാനം കൊടുത്തതായിരുന്നു. എത്രയോ ക്രോപ്പിംഗ് സീസൺ കഴിഞ്ഞിട്ടും ഇന്നും ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ വാഗ്ദാനം 10 ക്രോപ്സ് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കും, 500 രൂപ ബോണസ് പെർ ക്വിന്റൽ നെല്ലിന് കൊടുക്കും എന്നൊരു രണ്ടാമത്തെ വാഗ്ദാനമായിരുന്നു കോൺഗ്രസ് പാർട്ടി തെലങ്കാനയിൽ ഇലക്ഷൻ കൊടുത്തത്. അതും ഇന്ന് നടപ്പിലാക്കിയിട്ടില്ല ഇന്നുവരെ. കർഷക ലോൺ വേവർ മൂന്നാമത്തെ വാഗ്ദാനം. 40 ലക്ഷം കർഷകർക്ക് ഈ ഒരു ലോൺ വേവർ തരും എന്നാണ് കോൺഗ്രസ് കൊടുത്ത വാഗ്ദാനം. അതും ഇന്ന് ചെയ്തിട്ടില്ല. സർക്കാർ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് കാശില്ല. ഏത് സർക്കാർ? കോൺഗ്രസ് സർക്കാർ. സ്ത്രീകൾക്ക് 2,500 രൂപ പെർ മന്ത് എല്ലാ മാസവും, 10 ഗ്രാം സ്വർണവും, 1 ലക്ഷം ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ BPL ഫാമിലീസ്. 1 കോടി മഹിളകൾക്ക് ഇതൊരു വാഗ്ദാനമായിരുന്നു. ഒരു ഒറ്റ മഹിളയ്ക്ക് അത് കിട്ടിയിട്ടില്ല. തെലങ്കാനയുടെ സ്ഥിതി ഇന്ന് വളരെ മോശമാണ്. അവരുടെ കടം 10 ലക്ഷം കോടിയിൽ കൂടുതലായി ആയിരിക്കുന്ന സ്ഥിതിയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് പാർട്ടിന്റെ നുണ രാഷ്ട്രീയത്തിന്റെ ഒരു ക്ലിയർ ആയിട്ടൊരു ഉദാഹരണമാണ് തെലങ്കാനയിൽ അവരുടെ വാഗ്ദാനവും ഇന്ന് ആ വാഗ്ദാനം പാലിക്കാത്ത കോൺഗ്രസ് സർക്കാർ. ആ സർക്കാരിന്റെ മുഖ്യമന്ത്രിയാണ് ഇവിടെ വന്ന് കോൺഗ്രസിന് വേണ്ടി പ്രചരണം ചെയ്യുന്നത്.